ഹായ് ഹലോ, ഞാനൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഇതിന് ഒരു പ്രത്യേക പേര് ഒന്നും ഇട്ടിട്ടില്ല. എനിക്കിതിന് പേരൊന്നും അറിയില്ല. ഞാൻ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വറ്റൽമുളകും വലിയ ജീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചിക്കൻ ഒരു സൈഡിൽ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മല്ലിയില, ക്യാപ്സിക്കോ, തക്കാളി, വലിയുള്ളി 2 മീഡിയം സൈസിലുള്ള വലിയുള്ളി എടുത്തിട്ട് ഞാൻ അതിനെ നല്ല നൈസായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഗ്രേവിക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിക്കാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതേ എണ്ണയിലേക്കാണ് കേട്ടോ ഞാൻ ഈ നമ്മുടെ വറ്റൽമുളകും വലിയ ജീരകവും കൂടെ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് വഴറ്റുകയാണ്. അതേമാതിരി ഉള്ളി വാടാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒക്കെ ഒരുമിച്ചാണ് ഞാൻ വേവിക്കുന്നത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ഇത് നല്ല രീതിക്കൊന്ന് ആവട്ടെ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ചിക്കൻ്റെ ഒരു മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഈ വറ്റൽമുളകും വലിയ ജീരകവും ആ വെണ്ണയിൽ മൂപ്പിച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണം. അങ്ങനെ ക്യാപ്സിക്കൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഇളക്കി വഴറ്റിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റിയിട്ട് വരാം. ഞാൻ ഓരോ തിരക്കിൽ പെട്ടിട്ട് കുറേ ദിവസമായി യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ക്ഷമിക്കുക, കാരണം ഒരുപാട് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായി പോയതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് നല്ല രീതിക്ക് ഞാൻ ഈ തക്കാളിയുടെ തൊലി കത്തിയോണ്ട് ചെത്തിയെടുക്കും കേട്ടോ. അതുകൊണ്ട് വേഗം വഴണ്ട് വരും. തക്കാളി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവർ മസാലകളൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. പ്രത്യേകം ഞാൻ പച്ചമുളകും അതുപോലെ നമ്മുടെ മുളകും പൊടി ഇതിലേക്ക് ആഡാക്കിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇളക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ വഴറ്റാൻ വേണ്ടി മാത്രം. പിന്നെ ഇതൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ആവശ്യം വന്നിട്ടുണ്ട്, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ചിക്കന് ആദ്യമേ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് മസാലയൊക്കെ തേച്ച് പൊരിച്ച് വെച്ചതാണ്. അപ്പോൾ ഉപ്പ് ഏറാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാനിതിൽ സ്കിപ്പായി പോയി തോന്നുന്നു. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഇട്ടിട്ടാണ് ഞാൻ മസാല ആദ്യം റെഡിയാക്കുന്നത്. എന്നിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 3-4 മിനിറ്റ് വേവിച്ച് കൊടുക്കട്ടെ. ആ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നത് വരെ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഒരു ചിക്കൻ ഗ്രേവി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ടോ. പൊറോട്ടയും അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും പിന്നെ നമ്മളെ റൈസുകൾക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതുപോലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ ബായ്. ഓക്കെ ബൈയൊക്കെ പറഞ്ഞതിന് ശേഷം കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ എൻ്റെ കയ്യിൽ കരിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആഡാക്കിയിട്ടില്ല. നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അവസാനമായിട്ട് നല്ല ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ തൂകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടിപൊളി ടേസ്റ്റ്, ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റും, നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബായ്.